കല്ലടിക്കോട് ഉണ്ണീളം പ്ലാവിൻ ചുവട്ടിൽ കാരമുള്ളിൻ കീഴെ കരുനീലി പെറ്റ പൊന്മകനാണ് ചാത്തൻ. പക്ഷേ ആ ചാത്തൻ പറയന്റെയും പുലയന്റെയും ആദിവാസിയുടെയൊക്കെ കുടിയിൽ ഇരുന്നത് കൊണ്ട് ആ ചാത്തൻ അത്ര ഗമ അങ്ങോട്ട് കൊണ്ടില്ല. അതുകൊണ്ട് പുതിയ യുഗത്തിൽ പുതിയ അവതാരങ്ങളിൽ പുതിയ പുരാവൃത്തങ്ങൾ രചിക്കപ്പെട്ടു. എങ്ങനെ? ആ കരുനീലിയുടെ പുത്രനായ ചാത്തന് പുതിയൊരു പുരാവൃത്തം ഉണ്ടാക്കിയതാണ് കൂളിവാകയുടെ കഥ. അല്ലെങ്കിൽ കൂളിവാകയും ശിവനുമായിട്ടുള്ള കഥയുണ്ടാക്കി അങ്ങനെ ചാത്തനായ അപരിഷ്കാരിയായ മൂർത്തിയെ ഞങ്ങൾ കുട്ടപ്പനാക്കി കുളിപ്പിച്ച് സ്വർണത്തേരിലേറ്റി അങ്ങനെ സ്വർണസിംഹാസനത്തിലിരുത്തി വിഷ്ണുമായ എന്ന പുതിയ ഒരു പുരാവൃത്തമായപ്പോഴേക്കും ചാത്തൻ സേവ വളരെ മോശമാണെന്ന് കണ്ട സമൂഹം ഇന്ന്, അല്ലെങ്കിൽ ചാത്തൻ സേവാ ക്ഷേത്രങ്ങളിൽ തലയിൽ മുണ്ടിട്ട് പോയിരുന്നവർക്കൊക്കെ ഇന്ന് വളരെ നല്ല പകൽ വെളിച്ചത്തിൽ വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിച്ചു. കാരണം വിഷ്ണുമായയ്ക്ക് പുതിയൊരു കഥയുണ്ടായി, കൂളിവാകയുമായി ബന്ധപ്പെട്ടൊരു കഥയുമൊക്കെയായി. അങ്ങനെ ചാത്തനിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥ ഭാവത്തിൽ നടത്തി മാറ്റി പുതിയൊരു രൂപവും ഭാവവും കൊടുത്തപ്പോൾ വിഷ്ണുമായ അങ്ങോട്ട് കേമനായി. അപ്പോൾ ഈ പണ്ട് ആരാധിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ടല്ലോ ഈ ചാത്തനെ, അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഒരു കരിങ്കുട്ടിയെയും പുലക്കുട്ടിയെയും പറക്കുട്ടിയെയൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചു. എന്നിട്ട് വിഷ്ണുമായ ഇങ്ങോട്ടെടുത്തു. അതുപോലെ അങ്ങനെ നിന്നപ്പോൾ കുറച്ച് മറ്റൊരു മതവിഭാഗക്കാർക്കും വേണമായിരുന്നു ചാത്തനെ. അവർക്ക് എന്ത് പറ്റി? ചേക്കുട്ടി ബാബായി ഉമ്മുമ്മ ചാത്തൻ എന്നൊക്കെ പറഞ്ഞ് അവരും കൊണ്ടുപോയി ഒരു വീതം. അങ്ങനെ കൊണ്ടുപോയതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് മനോഹരമായ കഥയിലൊക്കെ അരമണിയെല്ലാം കെട്ടി കള്ളെല്ലാം കുടിച്ച് അങ്ങനെ ഇരുന്ന് തുള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ സുന്ദര സ്വരൂപനായിട്ടുള്ള വിഷ്ണുമായ. ഞാനും ഒക്കെ പറയുമ്പോൾ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയാറുണ്ട്, അത് നിങ്ങളുടെ അറിവിലേക്കാണ്. പക്ഷെ എന്നാൽ ചാത്തൻ എന്ന മൂലസ്വരൂപത്തിന് പലരും മറന്നുപോയി. എന്നാലും പഴയ തറവാടുകളിലൊക്കെ ഇന്നും ചാത്തനായിട്ടൊക്കെ തന്നെ ഇരിപ്പണ്ടേ. ഏത്? കല്ലടിക്കോടൻ ചാത്തൻ, കരുനീലി പെറ്റ പൊന്മകനായിട്ടുള്ള കുട്ടിച്ചാത്തനുണ്ടല്ലോ, ആ ചാത്തൻ ഇന്നും എല്ലായിടത്തും അങ്ങനെ ഇരിപ്പുണ്ട്, വളരെ ശക്തി സ്വരൂപനായിട്ടിരിപ്പുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് വന്ന് എന്നെ ചീത്ത വിളിക്കാൻ പോകുമ്പോൾ കഴിഞ്ഞ 25 വർഷക്കാലമായി കേരളത്തിലെ താന്ത്രിക പരമ്പരയെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി എന്ന നിലക്ക് ഇത് വളരെ ഉറച്ചു പറയാനായിട്ട് സാധിക്കും. കേരളത്തിൻ്റെ പുരാവൃത്തങ്ങളും ചരിത്രങ്ങളുമായി ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ വെറും അന്ധവിശ്വാസത്തിൻ്റെ പുറത്തുമല്ല, ആധികാരികമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറയുമ്പോൾ പലരുടെയും മുഖം ചുളിക്കുമെന്നറിയാം. എങ്കിൽ പോലും എല്ലാവർക്കും നന്മ നേർന്ന ഒരു ദിവസം നേർന്നുകൊണ്ട് നമസ്തേ.